നമസ്കാരം. സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കും, വെറുത്താൽ ചങ്കു പിഴുതെടുക്കും. അതാണ് ഇന്ത്യ ഭരിക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദി. അക്കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഉക്രൈൻ യുദ്ധത്തിൽ പോലും എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കാൻ റഷ്യ അനുവാദം നൽകിയിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് വ്യക്തമാക്കി. ഇന്ത്യ നിഷ്പക്ഷമല്ല, ഇന്ത്യക്കൊരു വശമുണ്ട്. ആ വശം സമാധാനത്തിൻ്റെതാണ്. സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും തങ്ങൾ പിന്തുണയ്ക്കുന്നു. എല്ലാ ശ്രമങ്ങളിലും തങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കും. പുടിനെ അരികത്തിരുത്തിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇത് സമാധാനത്തിന്റെ യുഗമാണ്. ഇത് അടിവരയിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനെ ദീർഘവീക്ഷണമുള്ള നേതാവ് എന്നും പ്രശംസിച്ചത്. അതായത് ഒരു വിധത്തിലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല ഇന്ത്യയുടേത്. അത് പകൽഗാം ഭീകരാക്രമണത്തോടെ എല്ലാവരും കണ്ട കാര്യമാണ്. ഇന്ത്യയോട് മുട്ടാനെത്തിയ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ച് ഇന്ത്യ അടങ്ങിയുള്ളൂ. ഇപ്പോ അതാ 4 വർഷമായി നീണ്ടു നിൽക്കുന്ന ഉക്രൈൻ യുദ്ധം കാരണം റഷ്യയ്ക്കുമേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്ന പശ്ചാത്തലത്തിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. എങ്കിലും റഷ്യയെ ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്രുതഗതിയിലുള്ള ഭൗമരാഷ്ട്ര ചലനങ്ങൾക്കിടയിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുകയാണ്. ഉക്രൈൻ പ്രതിസന്ധി ആരംഭിച്ചതു മുതൽ തങ്ങൾ നിരന്തരമായി ചർച്ചയിലാണ്. കാലാകാലങ്ങളിൽ ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങളും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് തങ്ങളെ അറിയിച്ചിട്ടുണ്ട്. വിശ്വാസം ഒരു വലിയ ശക്തിയാണ്. അതിൽ വിശ്വസിക്കുന്നുണ്ട്. രാഷ്ട്രങ്ങളുടെ ക്ഷേമം സമാധാനത്തിന്റെ പാതയിലാണ്. ഒരുമിച്ച് നമ്മൾ ലോകത്തെ ആ പാതയിലേക്ക് നയിക്കുമെന്നാണ് മോദി പറഞ്ഞു വെക്കുന്നത്. അതായത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ തന്ത്രപരമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇരു നേതാക്കളുടെയും സൗഹൃദം കൂടിക്കാഴ്ചയിൽ ദൃശ്യമായിരുന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇരുവരും 19 തവണ കൂടിക്കാഴ്ച നടത്തി. 2001 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പുടിന് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തെയും പ്രധാനമന്ത്രി അനുസ്മരിച്ചിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കൊപ്പം മോദി നടത്തിയ സന്ദർശന വേളയിൽ ഗുജറാത്തും റഷ്യയിലെ ആസ്ട്രഹാൻ മേഖലയും തമ്മിൽ പെട്രോ കെമിക്കൽസ്, വ്യാപാരം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച